ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന ഒരു റോമൻ സെനറ്റർ എവുഫേമിയന്റെ ഏകപുത്രനാണ് അലക്സിസ്. ദാനധർമ്മങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന തുകകളാണെന്നായിരുന്നു ബാലനായ അലക്സിസിന്റെ ബോധം. തന്റെ പക്കൽ നിന്ന് ധർമ്മം സ്വീകരിക്കുന്നവരെ തന്റെ ഉപകാരികളെപ്പോലെ അത്രേ അലക്സിസ് ബഹുമാനിച്ചിരുന്നത്. ജീവിത സുഖങ്ങളും ബഹുമാനങ്ങളും തന്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്ന് വിചാരിച്ച് വിവാഹ ദിവസം രാത്രി വൈവാഹിക സന്തോഷങ്ങൾ ആസ്വദിക്കാതെ ഭാര്യയോട് യാത്ര പറഞ്ഞ് വിദൂരദേശത്തേക്ക് പുറപ്പെട്ടു. ദരിദ്രവേഷമണിഞ്ഞ് എദേസായിൽ ദൈവമാതാവിന്റെ ഒരാലയത്തിന് സമീപം ഒരു കുടിലിൽ പരമമായ ഏകാന്തതയിൽ താമസിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കുലീന കുടുംബജാതനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഉടനടി സ്വഭവനത്തിലേക്ക് മടങ്ങി. ആ മാളികയുടെ ഒരു മൂലയിൽ ഒരു ദരിദ്ര ഭിക്ഷുവായി ഭൃത്യന്മാരുടെ നിന്ദനങ്ങൾ സ്വീകരിച്ച് 17 കൊല്ലം ജീവിച്ചു. അക്കാലമൊക്കെ തന്നെ പ്രതി കരയുന്ന ഭാര്യ അകളയെയും തന്നെ ചവിട്ടിത്തേച്ചുകൊണ്ടിരിക്കുന്ന ഭൃത്യരെയും ക്ഷമയോടെ വീക്ഷിച്ച് പ്രാർത്ഥനാപൂർവം സമയം ചെലവഴിച്ചു. ഈ ക്രൂര രക്തസാക്ഷിത്വത്തിന് മരണം അറുതി വരുത്തിയപ്പോൾ അലക്സിസിൽ നിന്ന് ലഭിച്ച ഒരെഴുത്തിൽ നിന്ന് മാതാപിതാക്കന്മാർക്ക് മനസ്സിലായി തങ്ങൾ അശ്രദ്ധമായി സംരക്ഷിച്ച ഭിക്ഷു സ്വന്തം മകനാണെന്ന്. ഹൊണോരിയൂസ് ചക്രവർത്തിയുടെ കാലത്താണ് അലക്സിസ് മരിച്ചത്. അത്ഭുതങ്ങൾ ധാരാളമായി നടന്നു. മാർ അല്ലേ ശുഭാന വഴി കേരളീയർക്ക് ഈ വിശുദ്ധൻ സുപരിചിതനാണ്. വിശുദ്ധി വികസിക്കുന്ന സാഹചര്യങ്ങൾ എത്ര വിചിത്രം! ദാരിദ്ര്യരൂപിയും എളിമയും പ്രായശ്ചിത്തവുമാണ് അലക്സിസിന്റെ വിശുദ്ധീകരണ രഹസ്യം. അലക്സിസിന്റെ ചരിത്രം അവിശ്വസനീയമാണ്. എന്നാൽ ഈ ജീവിതത്തിൽ മുറ്റി നിൽക്കുന്ന പരിത്യാഗശീലം ചെറിയ തോതിൽ ആർക്കും അനുകരിക്കാവുന്നതുമാണ്.